വയനാടിൻ്റെ ഏറ്റവും സുന്ദരമായ ഗ്രാമവും ഇനി നിങ്ങൾ മറക്കാത്തൊരു ഗ്രാമമാണ് കാണാൻ പോകുന്നത്. ചൂരൽമലയും മുണ്ടക്കയും. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ കൽപ്പറ്റന്ന് ആനവണ്ടിക്കാട്ടെ യാത്ര. നമ്മളെ ചൂരൽമല കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അപ്പോൾ കൽപ്പറ്റന്ന് ചൂരൽമലയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 33 രൂപയാണ്. അടിപൊളി യാത്ര കേട്ടോ. പക്ഷെ അവിടെ ചെന്നാൽ നമുക്ക് മനസ്സാകെ തളരും. അങ്ങനത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആരും കേരളം മറക്കാത്ത കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പോയി കാണാം. അപ്പോൾ നമ്മൾ മേപ്പാടിയിലെത്തിയിട്ടുണ്ട്. മേപ്പാടിയിൽ നമുക്ക് വലത്തേക്ക് തിരിയാം. ഇടത്തേക്ക് നമുക്ക് ഊട്ടിക്കാണ്, വലത്തേക്കാണ് ചൂരൽമല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 12.8 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ചൂരൽമല എത്തി. ഇതവിടുത്തെ പള്ളിയാണ്. ഇതാണ് ചൂരൽമല മെയിൻ അങ്ങാടി. അപ്പോൾ അന്നൊക്കെ കണ്ടമാനം കടകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ ഇവിടെ 2-3 കട ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ഈ കാണുന്ന അങ്ങാടിയാണ്. ഇതിൻ്റെ ഇടത് ഭാഗമാണ് ഫുള്ള് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാലവും ഉണ്ടാക്കിയ പാലൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാണ്. ഇതൊക്കെ അന്ന് പൊളിഞ്ഞടക്കി വെള്ളം തൂത്ത് കൊണ്ടുപോയതാട്ടാ. അപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ ഇവിടെ നിന്ന് കണ്ടു. ഇതാണ് നമ്മളെ പാലം, അന്നുണ്ടാക്കിയ പട്ടാൾക്കാരുണ്ടാക്കിയ പാലം. ഇതിൻ്റെ അക്കരെ കടന്ന് പോകാനാണ് മുണ്ടക്കയം, ഇപ്പുറത്തൊക്കെ ചൂരൽമല. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ആരെയും കടത്തി വിടില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ടൊക്കെ പോവാം. പിന്നെ നമുക്കൊക്കെ പോകണമെങ്കിൽ പെർമിറ്റ് എടുക്കണം. ഇതാണ് ആ സ്കൂള്. ആ സ്കൂളിൻ്റെ ബാക്കിലുള്ള മലയാണ്. അവിടെ നിന്നാണ് മുണ്ടക്കയത്തു നിന്ന് പൊട്ടി ഒഴുകി ഈ വരവ് വന്നിട്ടുണ്ട്. ഈ കാഴ്ചയൊന്നും കാണാൻ കഴിയില്ല കേട്ടോ, സങ്കടമാകുന്നു. ആ വീടുകളൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ താഴെ കാണേണ്ട വീടുകളൊക്കെ അതുപോലെ കിടക്കുകയാണ്. അതിലൊന്നും ഒരു പണിയെടുത്തിട്ടില്ല. അങ്ങോട്ട് താഴോട്ട് ഫുള്ള് കണ്ടമാനം. വയനാടിൻ്റെ ഏറ്റവും സുന്ദരമായ ഗ്രാമമായിരുന്നു മുണ്ടക്കയും ചൂരൽമലയും. ആ ഭംഗിയും അവിടുത്തെ നാട്ടുകാരെയും ഒറ്റ രാത്രി കൊണ്ട് തമർത്തി പോയതാണ്. വീടൊക്കെ ഉണ്ടില്ലേ, ഇതൊക്കെ പൊട്ടിപ്പോയ വീടുകളാണ്, ഉൾപ്പൊട്ടിയത്. ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടത്. ഒരു വെള്ളം ഇങ്ങനെ നീര് പോലെ ഇങ്ങനെ ഒലിക്കൊണ്ട് പാലത്തും കൂടെ അക്കരയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ കേട്ടത്. ഇനി ഇതിലെത്ര ആൾക്കാരെ കിട്ടാണ്ട്. പീഡിയ റൂമിൻ്റെ ഷട്ടറൊക്കെ ആണ്. ഷട്ടറിൻ്റെ ഇതൊക്കെയാണ് മണ്ണിൽ. വീടിൻ്റെ ബീം. എന്താ അവസ്ഥ, ഒരു ദുരന്തം തന്നെ കേട്ടോ. വീടൊന്നും ഒന്നും കാട്ടിയിട്ടില്ല കേട്ടോ, അതുപോലെ നിൽക്കുന്നുണ്ട്. ഇതവിടെ എന്താ ചെയ്യുക, കണ്ണീരിൻ്റെ ദുരിത ഭൂമി. ഇവിടുത്തെ ആൾക്കാർക്ക് ആ പാലത്തും കൂടെ അക്കരയ്ക്ക് പോകാം. പുറത്തുനിന്ന് ഒരാളും ഉള്ളിലേക്ക് കയറ്റി വിടുന്നില്ല. ഉച്ച ടൈമാണ് ഞങ്ങളിവിടെ എത്തിയ ടൈം. വെയിലാണ്, നല്ല വെയിൽ, നല്ല ഉദിച്ച് വരുന്ന വെയിൽ, നല്ല ചൂടുമുണ്ട്.
ആ വേക്കിൽ കാണുന്നതാണ് നമ്മളെ മുണ്ടക്കയം. അപ്പോൾ ഈ ആനവണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകും. ഇവിടെ ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു, ഇനി നമുക്ക് തിരിച്ചു പോകണം.